ഹോം സൈഡിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന നല്ല കിടിലൊരു റെസിപ്പിയാണ്. ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഞാൻ കുറച്ച് ഒരു കപ്പ് അരി അളന്ന് കഴുകി വൃത്തിയാക്കി കുതിരാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ചക്കയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് ചക്ക നല്ലപോലെ ക്ലീൻ ചെയ്ത് ചവിണിയൊക്കെ മാറ്റിയതിന് ശേഷം കുരുവും മാറ്റി ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ അരി കുതിർന്ന് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരു 12 മണിയായപ്പോൾ അരി ഇട്ടു. രാത്രി 8-9 മണിയായപ്പോഴാണ് ഞാനിത് അടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതാ നമുക്ക് ആദ്യം അരി ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അരി ഒന്ന് ജാറിലേക്ക് മാറ്റി ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കേണ്ട. നമുക്കിതൊന്ന് അടിച്ചെടുത്തിട്ട് ഞാൻ പച്ചരി മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. മാവ് നല്ലപോലെ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. അതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി അതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ നമുക്ക് കുറച്ച് ചക്ക അരിഞ്ഞെടുത്ത് വെച്ചിട്ടില്ലേ, അപ്പോൾ അതൊന്ന് അളന്ന് വേണം എടുക്കാനായിട്ട്. ഞാൻ ഏത് കപ്പിലാണോ അരി എടുത്തത് അതേ കപ്പിൽ 2 കപ്പ് ചക്ക നമ്മൾ അളന്നെടുക്കണം. 1 കപ്പ് അരി എടുത്തു, 2 കപ്പ് 2-2.5 കപ്പൊക്കെ ചേർക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി കൂടിയ ചിലപ്പോൾ ഒന്ന് ഒട്ടിപ്പിടിക്കുക. അതുകൊണ്ടാണ് ഞാൻ കറക്റ്റ് 2 കപ്പ് തന്നെ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി ഇതൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ കൂടുതൽ നമ്മൾ ചക്കയാണ് ചേർക്കുന്നത്. അപ്പോൾ നമുക്ക് ഷുഗറൊക്കെ ഉള്ളവർക്കായാലും ഇത് കഴിക്കാൻ പറ്റിയ, രാവിലെ ആയാലും രാത്രി ആയാലും ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു കിടിലൻ റെസിപ്പി തന്നെയാണ്. അപ്പോൾ നമ്മൾ ചക്ക അടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു പാത്രത്തിലേക്ക് ആ മാവിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സാക്കി മാറ്റി വയ്ക്കുക. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർ ദയവായി ഒരു ലൈക്ക് അടിക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ എൻ്റെ ചാനലിന് നല്ലതാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാമല്ലോ ലൈക്കിൻ്റെ പ്രാധാന്യം എത്താണ്. അപ്പോൾ എല്ലാവരും ഒരു ലൈക്ക് തരാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരാണ് നിങ്ങളെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ഒന്ന് അമർത്തി ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടി കൊടുത്താൽ ഞാനിടുന്ന വീഡിയോ എല്ലാം നിങ്ങൾക്ക് അതാത് സമയം നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ മാവ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ട് ഒരു ചമ്മന്തിയും കൂടെ തയ്യാറാക്കാം. അപ്പോൾ രാവിലെ ആയിട്ടുണ്ട് കേട്ടോ. മാവ് നമുക്കൊരു 2-3 മണിക്കൂർ പുറത്ത് വെച്ചിട്ട് പിന്നെ ഫ്രിഡ്ജിൽ വെച്ചാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഒത്തിരി പുളി വേണ്ടെന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് സാധാരണ നമ്മൾ മാവ് വയ്ക്കും പോലെ തന്നെ വെച്ചിട്ടാണ് ഞാൻ എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു പാൻ വെച്ച് അതിലൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് 2 ടീസ്പൂണ് ഉഴുന്നുപരിപ്പ് ഇട്ട് കൊടുത്തു, 3 വറ്റൽമുളക് ഇട്ട് കൊടുത്തു. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി, ഇച്ചിരി ഏറെ നമ്മൾ എടുക്കുന്നുണ്ട്, ഒരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇട്ട് കൊടുത്ത് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ഇഞ്ചി ചമ്മന്തിയാണ്. നല്ല ടേസ്റ്റ് ആയിട്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ. അതിൻ്റെ കൂടെ 2 ചുമന്നുള്ളി, ഒരല്പം പുളി ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വറുത്തെടുത്തതിന് ശേഷം അതിൻ്റെ നല്ലൊരു നിറമൊക്കെ കിട്ടാൻ വേണ്ടി ഒരല്പം കാശ്മീരി മുളക് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, നല്ലൊരു കളർ കിട്ടാനായിട്ട്. ഇതൊന്ന് തീ ഓഫ് ചെയ്തതിന് ശേഷമാണ് ഞാൻ പൊടി ചേർത്തേക്കുന്നത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതൊന്ന് ചൂടാക്കി നമുക്കിതൊന്ന് മാറ്റാം. ഇതൊന്ന് നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചമ്മന്തി നല്ല ടേസ്റ്റായി ഈ ദോശയുടെ കൂടെ കഴിക്കാൻ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള തേങ്ങയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കാം. രുചിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. നല്ലൊരു എരിവും അതുപോലെ തന്നെ ഒരു ചെറിയൊരു മധുരമൊക്കെ കിട്ടാൻ ഒരല്പം ശർക്കര ഞാൻ ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിത് അടിച്ചെടുത്തിട്ട് വരാം. അപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് മാറ്റി എത്ര നമുക്ക് തിക്നെസ് വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ച് വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കുക. ഇനി നമുക്കൊരു താളിപ്പും കൂടെ തയ്യാറാക്കാം. ഒരല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, കടുക്, 2 ചുവന്നുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടിട്ടുണ്ട്, ഒരല്പം കറിവേപ്പില, അതുപോലെ തന്നെ 2 ഉണക്കമുളകും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചത് നമുക്ക് ഈ ചമ്മന്തിയിലേക്ക് ഒഴിച്ച് ചമ്മന്തി റെഡി മാറ്റി വയ്ക്കാം. അപ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദോശമാവ് നോക്കാം. മാവ് കണ്ടല്ലോ നല്ലപോലെ പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മാവ് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക. അപ്പോൾ ഇപ്പോൾ ചക്കയുടെ സീസണൊക്കെ നിങ്ങൾ ഇതുപോലെയൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവും. അപ്പോൾ എല്ലാവരും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഒന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അപ്പോൾ ഇതിനാവശ്യം ഞാൻ ഇന്നലെ ഉപ്പിട്ടിട്ടില്ലായിരുന്നു, ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട്. പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പാൻ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് മാവ് ഒഴിച്ച് നല്ല നൈസായിട്ട് തന്നെ നമുക്ക് പരത്തിയെടുക്കാം. ഇനി നൈസായിട്ട് വേണ്ടെന്നുള്ളവർക്ക് നമ്മൾ അതനുസരിച്ച് പരത്തിയാൽ മതി. ഇപ്പം നല്ല നൈസായിട്ടാണ് ഞാൻ പരത്തിയെടുക്കും, നല്ലപോലെ മുരിച്ചെടുക്കാനാണ് കേട്ടോ. അപ്പം നല്ലപോലെ ഒന്ന് മുരിഞ്ഞ് വരട്ടെ. ഒരു ഭാഗം മുരിഞ്ഞതിന് ശേഷം നമുക്ക് തിരിച്ച് മറിച്ചിട്ട് വേണമെങ്കിൽ ഒരല്പം നെയ്യൊക്കെ ചേർത്ത് കൊടുക്കുക. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന് ഞാൻ വിടുക കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ആദ്യത്തെ ദോശ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത് നമുക്കതുപോലെ തന്നെ തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഇത് പാൻ ഒരുപാട് ചൂടായാൽ ഒന്ന് ഇതാവുന്ന ഇതുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്, അത് നമുക്ക് തയ്യാറാക്കി എടുക്കാം.
അപ്പോൾ അങ്ങനെ നമ്മൾ ദോശ എല്ലാം ഇവിടെ നല്ലപോലെ നല്ല മൊരിഞ്ഞ ദോശയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഒന്ന് തയ്യാറാക്കി നോക്കണം. അങ്ങനെ എല്ലാം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് തരാൻ മറക്കരുത്. വീണ്ടും ലൈക്കിന് വേണ്ടി പറയാം കേട്ടോ. അപ്പോൾ നല്ല നല്ല ചക്കദോശയും അതുപോലെ തന്നെ ഇഞ്ചി ചമ്മന്തിയും എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. കാണാൻ തന്നെ നല്ല രസമാണ്. ചക്ക നല്ല മൂത്ത ചക്ക കേട്ടോ, അതുകൊണ്ട് ഈ കളർ വരുന്നേ. ചക്കച്ചോളം ഞാൻ കാണിച്ചായിരുന്നല്ലോ, നിങ്ങൾ കണ്ടതല്ലേ. അപ്പോൾ നമുക്കിന്ന് ഇത് തയ്യാറാക്കി നോക്കി കഴിച്ച് നോക്കാൻ നല്ല ടേസ്റ്റാണ്. ചമ്മന്തിയും കൂട്ടി കഴിക്കാനായിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ബായ്.